അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓട്സ് കൊണ്ട് നല്ല പഞ്ഞി പോലെയുള്ള ചപ്പാത്തി ഒന്ന് നമുക്ക് തയ്യാറാക്കിയാലോ. സംഭവം പൊളിയാട്ടോ, ഒരു രക്ഷയില്ല. കഴിച്ചു കഴിയുന്ന സമയത്തെ ഇത് ഓട്സ് ആണെന്ന് പോലും മനസ്സിലാവില്ല, അത്ര രുചിയായിട്ടുള്ള ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഓട്സാണ് കേട്ടോ. അതേപോലെയുള്ള സാധാ ഓട്സാണ് എടുത്തത്. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഇങ്ങനത്തെ ഓട്സാണ് നല്ലത്. മൾട്ടിഗ്രെയിൻ്റെ ഓട്സ് എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കിത് അളന്നിട്ടൊരു 1.5 കപ്പ് ആ രീതിക്ക് എടുക്കാം. നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഒരു 6-7 ആൾക്കാർക്ക് തിന്നാനുള്ള അളവിൽ തന്നെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഓട്സ് അളന്നെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കേണ്ടവർക്ക് എടുത്ത് വെക്കുകയും ചെയ്യും. അപ്പം പിന്നെ എളുപ്പമായല്ലോ. അപ്പോൾ ഇത് മുഴുവനും പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഗോതമ്പിൻ്റെ പൊടിയും കൂടെ വേണം കേട്ടോ. ഇങ്ങനെ ഓട്സിൻ്റെ മാത്രം തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. ഗോതമ്പ് പൊടിയും കൂടെ ഇടുന്ന സമയത്ത് ഒന്നുകൂടെ രുചിയായി കേട്ടോ. അപ്പോൾ അളന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടി എന്നാണ് എടുത്തത്. 1.5 കപ്പ് ഓട്സിനാണെങ്കിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു രുചി കിട്ടാനായിട്ട് വെളിച്ചെണ്ണ 2 ടീസ്പൂൺ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു മയത്തം കിട്ടാനായിട്ട് തൈര് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അത്ര മതി. ഇത് പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ളതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഓട്സിൻ്റെ പൊടി ആയതുകൊണ്ടേ കുറച്ച് വെള്ളം അത്യാവശ്യം വേണം കേട്ടോ. കാരണം ഇത് പിന്നെ കുഴച്ച് വെച്ച് കഴിയുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ അത്യാവശ്യം കുഴയ്ക്കുമ്പോൾ തന്നെ ഒരു ഇച്ചിരി ലൂസ് ആ രീതിക്ക് അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കാണല്ലോ, അല്ലെങ്കിൽ പിന്നെ പൂരിക്കാണെങ്കിലൊക്കെ അത്ര മയത്തത്തിൽ കുഴക്കേണ്ട. അപ്പോൾ ഇതേണ്ട നല്ല രീതിക്ക് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ലൂസിലുണ്ട് കേട്ടോ, അങ്ങനെ കട്ടിക്കായിട്ടല്ല കുഴച്ചത്. അപ്പോൾ ഇത് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ കേട്ടോ. ഇനി ഇത് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അന്നപ്പോഴത്തേന് ആ ഓട്സിൻ്റെ അതൊക്കെ വീണ്ടും ഒന്ന് സെറ്റായിട്ട് പിന്നെ കുറച്ചൊന്ന് ടൈറ്റാവും മാവ്. അപ്പോഴേ നമുക്ക് പരത്താനും നല്ല രീതിക്ക് തന്നെ കിട്ടും. പിന്നെ നമുക്ക് എന്താ പൊടി വേണ്ടവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. എനിക്ക് പിന്നെ കുറച്ച് പൊടി ഇടാതെ പരത്താഞ്ഞാലൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതാണ് കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ പരത്തുന്നത്. അപ്പോൾ ഇതാണ്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇത് തുറന്നപ്പോൾ നല്ല കട്ടിക്ക് തന്നെയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ നമുക്കിതൊന്ന് ഉരുളാക്കാം. അപ്പോൾ ചപ്പാത്തിൻ്റെ ഉരുളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ആ രീതിക്ക് തന്നെ ഉരുളെടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ പരത്തിയിട്ടൊന്ന് ചുട്ടെടുക്കാം. നല്ല എളുപ്പമാണ്. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഇതെന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. കാരണം ഓട്സ് ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് കൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്ര സ്മൂത്തായിട്ടുള്ളൊരു മാവ് തന്നെയാണിത്. പിന്നെ ഇത് നിങ്ങൾക്ക് തലേന്ന് തന്നെ പിന്നെ കുഴച്ച് വെച്ച് പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്താവും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ കറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്ത് രസം അറിയാം, ഇത് വെറുതെ തന്നെ അങ്ങനെ കഴിക്കാൻ നല്ല സോഫ്റ്റുമാണ്, നല്ല പൊള്ളി വരികയും ചെയ്യും. പിന്നെ കാസറോളൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ മൂടി വെച്ചാൽ തന്നെ മതി. അത് നിങ്ങൾക്ക് രാവിലെ മുതൽ ചിട്ട് രാത്രി വല്ല അടുത്ത ദിവസം വരെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിടക്കും. പിന്നെ ഉറപ്പ് പോലെ ഉണ്ടാകുകയില്ല കേട്ടോ. അധികം ആൾക്കാരും ഗോതമ്പിൻ്റെ ഒക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കാസറോളിലിട്ടൊക്കെയാണ് നേരെ ഇട്ട് വെക്കാറ്. ആ ഒരു ചൂട് പോകാതിരിക്കാനും മയത്തം പോകാതിരിക്കാനും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ചൂട് പോയാലും ആ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉള്ളൊരു ചപ്പാത്തി തന്നെയാണിത്. അപ്പോൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചൂടായി കിടക്കുന്ന കല്ലിലോട്ടേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് വേണ്ടവർക്ക് വേണമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ കുറച്ച് നെയ്യ് വേണം, അല്ലെങ്കിൽ ഒന്ന് ചപ്പാത്തി അങ്ങോട്ട് വലിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വേണ്ടവർക്ക് അല്ലാതെ തന്നെ ചുട്ടെടുക്കാൻ കണ്ടില്ല, നല്ല പൊള്ളി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡ് മറിച്ച് 3ാമത്തെ സൈഡ് മറിക്കുമ്പോഴത്തേന് തന്നെ നല്ല പൊള്ളി വന്ന ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ അല്ലേ? ഈ ഒരു ചപ്പാത്തി എന്ത് കറീൻ്റെ കൂടെ സ്യൂട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ രസമാണ്. മീൻകറിൻ്റെ കൂടെ, പച്ചക്കറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും പൊള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് ഹെൽത്തി ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പിന്നെ എഗ്ഗ് ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ കുറച്ച് സാലഡ്സൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തിട്ടൊക്കെ അങ്ങനെ കൊടുക്കാനും പറ്റും.
അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം പതിരിൻ്റെ കറിയായിരുന്നു തയ്യാറാക്കിയത്. അതിൻ്റെ കൂടെ കൂട്ടിയിട്ടായിരുന്നു കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു, പൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഓട്സ് കൊണ്ട് തന്നെ ഞാനൊരു പൂരിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കിയിട്ട് അതൊന്ന് തയ്യാറാക്കുക കേട്ടോ. ഓട്സിൻ്റെ പൂരി സൂപ്പറാണ്. അത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഇത് നല്ല പഞ്ഞ് പോലെ ഉള്ളത്. രണ്ട് വ്യത്യാസം തന്നെയാണ്. അപ്പോൾ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്, അസ്സലാമു അലൈക്കും.